ഇന്ന് എൻ്റെ ഒരു ഉച്ച വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നുമില്ല, കുറേ പണികൾ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ പണിയെടുക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ കുറേ എണ്ണ വാരി തലയിൽ അങ്ങ് പൂശി വെച്ചു. കാരണം ഇത് ഞാൻ വല്ലപ്പോഴും ചെയ്യുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്യാമെന്ന് കരുതി ഇത് ചെയ്ത് വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഒന്ന് തല നനച്ചൊന്ന് കുളിക്കുന്നത്. എണ്ണ തേച്ചിട്ട് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു കഴുകാൻ. ഒന്നാമത്തെ കാര്യം ഈ മഴയും പിടിച്ച് കഴുകി ഒന്ന് വിരിക്കാൻ പോലുള്ള ഒരു സ്ഥലമില്ല. വിരിച്ചാൽ തന്നെ ഉണങ്ങാതിരിക്കുമ്പോൾ ഈ കരിമ്പനൊക്കെ പിടിച്ചിട്ട് തുണി നശിച്ചു പോകും. അങ്ങനെ തുണിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് റെഡിയായിട്ട് നേരെ തിണ്ണയ്ക്ക് വന്നിട്ട് തിണ്ണ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. അതും ആദ്യം തന്നെ ഒന്ന് കുതിർത്തിട്ടു. അതിനുശേഷം റൂമിൽ വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചൊന്ന് റെഡിയാക്കി സെറ്റപ്പാക്കി ഇട്ടു. ആമി വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. ഇതൊക്കെ ഇതിനേക്കാളും അലമ്പായിട്ടായിരിക്കും പിന്നെ കിടക്കുന്നത്. ഇടയ്ക്കൊരു കാപ്പിയൊക്കെ കുടിക്കാൻ തോന്നിയിട്ട് ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. പണ്ടൊക്കെ ആണെങ്കിൽ പ്രേമിച്ച് നടന്ന സമയത്തൊക്കെ തോന്നുമായിരുന്നു എങ്ങനെയും കല്യാണമൊക്കെ കഴിച്ചാൽ മതിയായിരുന്നു, നല്ല സുഖമുള്ള ഒരു പരിപാടിയാണ് കല്യാണമൊക്കെ കഴിച്ചിട്ടിരിക്കുകയെന്ന്. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു വിഷമം. അതായത് നമ്മൾ ഒരു കാപ്പി ഇട്ട് കുടിക്കണമെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കേ അത് ഇടാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഇപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ, പ്രത്യേകിച്ച് നമ്മൾ മാറി താമസിക്കുമ്പോൾ. അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കി. ഇതൊന്നും ഇങ്ങനെ കിടക്കത്തില്ല. ആമി വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇതൊക്കെ അങ്ങ് പന്നലാക്കിയിടും. അങ്ങനെ തുണി കഴുകാനുള്ളതെല്ലാം കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ കഴുകി ഒലച്ച് പിഴിഞ്ഞ് വരുമ്പോഴത്തേന് എൻ്റെ അടപ്പ് ഇളകിപ്പോയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വലിയ പണിയാണിതെന്നുള്ളത് ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായി വരുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയത്. അപ്പോഴത്തേനും ചാണ്ടും വന്ന് ചോറൊക്കെ വിളമ്പി ഞങ്ങൾ രണ്ടുപേരോടെ ചോറൊക്കെ കഴിച്ചു. ആളും ഭയങ്കര ടയേർഡായിട്ടൊക്കെയാണ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഒരു ലഡു ഇരിപ്പുണ്ടായിരുന്നു, അതും ഞാൻ കഴിച്ചു. 2:45 അപ്പോഴത്തേനും ആമിയെ വിളിക്കാൻ ഉള്ള സമയമായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.